മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. പത്രോസ് ഇതെല്ലാം മൗനമായി കേട്ടതിനു ശേഷം ഒരനുമാനം പറയുന്നു. അപ്പോൾ എന്റെ അനുജൻ എന്നേക്കാൾ സമർത്ഥനാണ്. അവൻ എപ്പോഴും നല്ല ക്രമമുള്ളവനാണ്. ശാന്തമായി സാവകാശത്തിൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന്. അവൻ അനങ്ങുന്നുണ്ടെന്ന് തന്നെ തോന്നുകയില്ല. നേരെ മറിച്ച് ഞാൻ പെട്ടെന്ന് പല കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒന്നും ചെയ്യാൻ കഴിയുന്നുമില്ല. ആരെന്നെ സഹായിക്കും? നിന്റെ സന്മനസ്. പത്രോസേ, നീ ഭയപ്പെടേണ്ട. നീയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നീ നിന്നെ തന്നെ നിർമ്മിക്കുന്നുണ്ട്. എന്റെ കാര്യം എങ്ങനെ? നീയും അങ്ങനെയാണ് ഫിലിപ്പേ. ഞാൻ എങ്ങനെയുണ്ട്? എന്നെ ഒന്നിനും കൊള്ളുന്നതായി എനിക്ക് തോന്നുന്നില്ല. അല്ല തോമസേ, നീയും ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം കാട്ടുമരങ്ങളാണ്. എന്നാൽ ഒട്ടിക്കൽ